ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും വരുന്നത്? ഒരു ആറ്റത്തിൻ്റെ മാസ്, അതാണ് അറ്റോമിക് മാസ്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ നന്നായിട്ട് വരാൻ പറ്റുന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ ഓരോ പോയിന്റും വ്യക്തമായിട്ട് പഠിച്ചു പോകും. ഫസ്റ്റ് പോയിന്റ്, അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? ഒരാറ്റത്തിൻ്റെ മാസ്. ഒരാറ്റത്തിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ, ഡയറക്റ്റായിട്ട് അളന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, അത്രയും ചെറിയൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ. നമ്മൾ കടയിൽ പോയി, ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കടയിൽ പോയിട്ട് സാധനം വാങ്ങാനായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധനം വിൽക്കാനായിട്ട് പോയി വിൽക്കാൻ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര തന്നു, പഞ്ചസാര, ഷുഗർ. എന്നിട്ട് ഇത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? പണ്ട് കാലത്ത്, ഇപ്പോഴാണെങ്കിൽ നമ്മൾ വെയിങ് മെഷീൻ നമ്മളെടുത്ത് വയ്ക്കും. പണ്ട് എന്ത് ചെയ്യും? ത്രാസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അല്ലേ? നമ്മളിതിനെ കോമൺ ബാലൻസ് എന്ന് പറയും. ഇങ്ങനെ രണ്ട് ഭാഗം ഉണ്ടാവും, നടുക്കൊരു ഇതുണ്ടാവും അല്ലേ? രണ്ടും തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഈക്വൽ ആണെന്ന്. അപ്പോൾ അവിടെ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, നമ്മളതിന് എന്ത് വിളിക്കും? ഞങ്ങളുടെ നാട്ടിലൊക്കെ വെയിറ്റിൻ്റെ പടി എന്നും വെയിറ്റിൻ്റെ കട്ട എന്നൊക്കെ പറയും. 1 കിലോ 2 കിലോ എന്നൊക്കെ ഉള്ള വെയിറ്റിൻ്റെ സാധനമുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിഞ്ഞൂടാത്ത മാസിനെടുത്ത് ഒരിടത്ത് വയ്ക്കും. അറിഞ്ഞൂടാത്ത മാസ്, അറിയാമെന്നുള്ള ഈ പറയുന്ന വെയിറ്റിനെ ഓരോന്നായിട്ട് എടുത്ത് ഇവിടെ വയ്ക്കും. എപ്പോഴാണോ രണ്ടും തമ്മിൽ നേരെയാവുന്നത്, അപ്പോൾ നമ്മൾ എന്ത് പറയും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 കിലോയുടെ കട്ട വെച്ചപ്പോഴാണ് ഇത് രണ്ടും തുല്യമായെങ്കിൽ നമ്മൾ പറയും ഈ പഞ്ചസാര എന്ന് പറയുന്നത് എത്രയാണ്? 2 കിലോഗ്രാം ആണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് എന്ത് വേണം? ഇതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഭവം വേണം. അപ്പോൾ ഇവിടെ ആരെയാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നത്? സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ എടുക്കുന്നത് കാർബൺ 12 എന്ന് പറയുന്ന ആരെയാണ്? കാർബൺ 12. കാർബൺ 12 എന്ന് വെച്ചാൽ എന്തുവാണ്? സാധാരണ നമ്മുടെ കാർബൺ അല്ലേ, ആ കാർബണാണ് നമ്മൾ കാർബൺ 12 എന്ന് വിളിക്കുന്നത്. കാരണം കാർബൺ 12 എന്ന് പറഞ്ഞാൽ കാർബൺ അറ്റോമിക് നമ്പർ എത്ര? 6 അല്ലേ? അപ്പോൾ അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 6. എത്ര ന്യൂട്രോൺ ഉണ്ടാവും? 6. എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 6. പക്ഷേ ഇലക്ട്രോൺ നമ്മൾ സാധാരണ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുമ്പോൾ കൂട്ടാറില്ല. കാരണം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ മാറ്റമൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിനെ കൂട്ടാറില്ല. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും വെയിറ്റാണ് സത്യത്തിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ മാസ്, അല്ലെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണിൻ്റെ മാസാണ് ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാർബൺ 12 അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ 12 ആയിരിക്കും. 6 + 6 12. 12 യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. എത്രയെന്ന് പറയാം? 12 യൂണിറ്റാണ് ഒരു കാർബൺ 12 ഇത്. അപ്പോൾ ഈ 12നെ ഒരുമിച്ചെടുത്ത് ആദ്യമേ വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ? ആലോചിച്ച് നോക്കി, നമ്മൾ വെയിറ്റ് അറിയാത്ത വെയിറ്റ് നോക്കുമ്പോഴേ ആദ്യമേ ഒരു 35 കിലോ എടുത്ത് വെച്ചിട്ടാണോ നോക്കുന്നത്? അല്ല, 1, 2, 3 എന്ന് വെച്ചല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ യൂണിറ്റ് വയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ കാർബണെ 12 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. എത്ര ഡിവൈഡ് ചെയ്തു? 12 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അറിഞ്ഞുകൂടാത്ത മാസിനെ ആദ്യം എന്തെടുക്കും? ഒരു ഭാഗത്ത് എടുക്കും. സത്യത്തിൽ ഇങ്ങനെ ത്രാസ് വെച്ചിട്ടൊന്നുമല്ല കണ്ടുപിടിക്കുന്നത്, ഞാൻ ആ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുകയാണേ. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾ നമ്മളിവിടെ എടുത്തു, അറിഞ്ഞുകൂടാത്ത ആറ്റത്തിന് നമ്മൾ ഇവിടെ എടുത്തു. എന്നിട്ട് ഈ പറയുന്ന 12 ഭാഗമുണ്ട്, അതിൽ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ വയ്ക്കും. 1, 2, 3 എന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1 യൂണിറ്റ് വെച്ചപ്പോൾ തന്നെ ഇത് ബാലൻസ് ആയെങ്കിൽ ഈ അറിഞ്ഞുകൂടാത്ത ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 യൂണിറ്റ് ആയിരിക്കും. 2 എണ്ണം വെച്ചപ്പോഴാണെങ്കിൽ നമ്മൾ എത്രയെന്ന് പറയും? 2 യൂണിറ്റ് എന്ന് പറയും. 10 ആണെങ്കിൽ 10 യൂണിറ്റ്, 20 ആണെങ്കിൽ 20 യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കാർബൺ 12 എന്ന് പറയുന്ന ഒരു ആളുടെ മാസ് വെച്ചുകൊണ്ട്, അത് റിലേറ്റ് ചെയ്തുകൊണ്ട് അറിഞ്ഞുകൂടാത്ത ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ റിലേറ്റീവ് അറ്റോമിക് മാസ്? മാസ് ഓഫ് വൺ എലമെൻറ്റ് റിലേറ്റീവ് ടു അതർ അല്ലേ? ഒരു ആറ്റത്തിൻ്റെ മാസിനെ മറ്റൊരു ആറ്റത്തിൻ്റെ മാസുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചാൽ കിട്ടുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇതെന്ത് സൂചിപ്പിക്കും? ഹൗ മെനി ടൈംസ് വൺ ആറ്റം ഈസ് ഹെവിയർ ആസ് കമ്പയർഡ് ടു അതർ അല്ലേ? ഒരു ആറ്റം മറ്റൊരു ആറ്റമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്ര മടങ്ങ് കൂടുതലാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള എക്സാമ്പിൾ എടുക്കുകയാണേ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. അതിനർത്ഥം എന്താ? കാർബൺ 12ൻ്റെ 12 ഭാഗത്തിൻ്റെ അല്ലേ, അങ്ങനെയുള്ള 16 എണ്ണം ചേരുമ്പോഴാണ് ആർക്ക് തുല്യമാവുന്നത്? ഓക്സിജന് തുല്യമാവുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് മാസിൽ നമ്മൾ കാർബൺ 12ൻ്റെ 16 എണ്ണമായിട്ട് താരതമ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ 16 എണ്ണം കൂടുമ്പോഴാണ് ഓക്സിജൻ്റെ മാസ് ആവുന്നതെന്ന് നമ്മൾ പറയുന്നു. ഈ സംഭവത്തിനെയാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വിളിക്കും. സോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ദ അറ്റോമിക് മാസ് ഓഫ് എൻ എലമെന്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് ദ ആറ്റം വെൻ കമ്പയർഡ് ടു ദ കാർബൺ 1/12 ഓഫ് ദ കാർബൺ ആറ്റം. ഇതിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ്, അല്ലെങ്കിൽ നമ്മൾ യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കിയേ, ഞാനിവിടെ യൂണിറ്റ് എന്ന് എഴുതിയില്ലേ? അപ്പോൾ ആ യൂണിറ്റിൻ്റെ പേരാണ് അറ്റോമിക് മാസ് യൂണിറ്റ്, AMU എന്ന് വിളിക്കും. അപ്പോൾ കെമിസ്ട്രിയിൽ ലാബുകളിലും വളരെ ചെറിയ
ചെറിയ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാൽക്കുലേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെ മാസ് കൂട്ടുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് അതിനാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഗ്രാം എന്നും കിലോഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ ഒരു യൂണിറ്റാണ് എന്ത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഗ്രാം എന്നും കിലോഗ്രാം എന്നും പറയുന്നത് പോലെ ഉള്ള ഒരു യൂണിറ്റാണ്. ഇപ്പോൾ ദൂരം അളക്കാൻ വേണ്ടി നമ്മൾ മൈൽ എന്ന യൂണിറ്റ് ഉണ്ട്, കിലോമീറ്റർ എന്ന യൂണിറ്റ് ഉണ്ട്, ഫർലോങ് എന്ന യൂണിറ്റ് പറയാറില്ല ദൂരം അളക്കാനായിട്ട് പണ്ടത്തെ ആൾക്കാർ. അപ്പോൾ അതുപോലെ ഒരു ആറ്റത്തിൻ്റെ മാസ് അളക്കുന്ന യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഇതെങ്ങനെ കിട്ടും? കാർബൺ 12ന്റെ 12 ഭാഗവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ് എത്ര അല്ലെങ്കിൽ മാസ് എത്ര, അതാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അത് റിലേറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയും. കുറച്ച് എലമെൻറ്റുകളുടെ റിലേറ്റീവ് അറ്റോമിക് മാസ് നോക്കാം. ഹൈഡ്രോജൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 1, ഓക്സിജൻ്റെ ആണെങ്കിൽ 16, സോഡിയത്തിൻ്റെ ആണെങ്കിൽ 23, കാർബണിൻ്റെ ആണെങ്കിൽ 12, നൈട്രോജൻ്റെ ആണെങ്കിൽ 14. അപ്പോൾ കൂടുതലും അറ്റോമിക് നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും എന്ത് വരുന്നത്, മാസ് വരുന്നത് അല്ലേ. ഹൈഡ്രോജന് സെയിം തന്നെ വന്നു, ഓക്സിജൻ്റെ 8, സോ അറ്റോമിക് മാസ് 16, അറ്റോമിക് നമ്പർ 8 16, സോഡിയത്തിൻ്റെ 11, പക്ഷേ ഇവിടെ എന്താണ് 23 ഉണ്ട്, കാർബണിൻ്റെ 6 ഇരട്ടി 12, നൈട്രോജൻ്റെ ആണെങ്കിൽ 7 ഇരട്ടി 14. ഇങ്ങനെയാണ് എന്ത് വരുന്നത് അറ്റോമിക് മാസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നുണ്ട്, ആവറേജ് അറ്റോമിക് മാസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവോ? ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു കാര്യം അറിയണം. നമ്മുടെ പ്രകൃതിയിൽ എല്ലാ എലമെൻറ്റുകളും അതിൻ്റെ പ്യൂറസ്റ്റ് ഫോമിലൊന്നും അല്ല കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹൈഡ്രോജനെ പറ്റി മുന്നേ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രോജന് 3 ഐസോടോപ്പുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രോട്ടിയം, ഡ്യൂട്രിയം, ട്രിഷ്യം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടിയം ആണെങ്കിൽ ഡ്യൂട്രിയും ട്രിഷ്യവും വളരെ റെയറായിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ ഹൈഡ്രോജൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഹൈഡ്രോജൻ്റെ മാസം എന്ന് പറയുമ്പോൾ നമ്മളിത് 3 കൺസിഡർ ചെയ്യണ്ടേ? വേണ്ടേ? അത് 3 കൂടി ഹൈഡ്രോജൻ്റെ തന്നെ ഫോം ആണല്ലോ. അപ്പോൾ ഇങ്ങനെ 3 നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആർക്കാണോ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അതിനെയാണ് ഇതാ ഇവിടെ കാണുന്നത്. വൈ അറ്റോമിക് മാസ് ഈസ് ഇൻ ഫ്രാക്ഷൻ. ഇതാ ഇവിടെ നോക്കിയേ, എന്തുകൊണ്ടായാലും അറ്റോമിക് മാസ്, ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ 1.0079. എന്തുകൊണ്ടാണ് ഈ 0.079 വന്നത്? നിങ്ങൾ പറയും ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉള്ള ഹൈഡ്രോജനകത്ത് എന്തിനാണ് ഈ ഡെസിമലിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ സംഭവം ഇതാണ്. എല്ലാ എലമെൻറ്റുകളും അതിൻ്റെ പ്യൂറസ്റ്റ് ഫോമിൽ അതുപോലെ അല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്താ ഐസോടോപ്പ്? സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും. അതായത് ചില ആറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രോട്ടോൺ ചിലപ്പോൾ 1 കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ നിയോൺ 20 ആണ്, ഇവിടെ നിയോൺ 21 ഉണ്ട്, നിയോൺ 22 ഉണ്ട്. അപ്പോൾ എന്താ വ്യത്യാസം? ഇവിടെയൊക്കെ ഈ പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരാണ്? നിയോൺ 90 ആണ്. അതായത് 90% നമ്മുടെ ഭൂമി അല്ലെങ്കിൽ മൊത്തം ഭൂമിയിലുള്ള നിയോണിൻ്റെ 90% നിയോൺ 20 ആണ്. അപ്പോൾ ഈ 90 ഇവിടെ നമ്മൾ എടുക്കും. അടുത്ത് നിയോൺ 21.27 ഉള്ളൂ. അപ്പോൾ 0.27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 9.2% ഉള്ളൂ. സോ 9.2 മൾട്ടിപ്ലൈ. സോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ഡെസിമൽ വരുന്നത്. ഈ യു എന്ന് എഴുതുന്ന അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ സിമ്പിൾ ഫോമാണ് യു. അപ്പോൾ ഇതാണ് ഇവിടെ ഈ പറയുന്ന സംഭവം വന്നതിൻ്റെ കാരണം. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, അറ്റോമിക് നമ്പർ ഹാവ് ഡെസിമൽ വാല്യൂസ് ബിക്കോസ് ദ ആവറേജ് അറ്റോമിക് മാസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ പ്രസൻസ് ഓഫ് ഐസോടോപ്സ്. ഇതിൻ്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ കെമിസ്ട്രി പഠിച്ചപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് ഈ യുയിൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും ഗ്രാമിലാണ് എന്ത് ചെയ്യാറ്? ആറ്റത്തിൻ്റെ മാസുകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആറ്റത്തിൻ്റെ മാസിനെ എങ്ങനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം? വളരെ സിമ്പിളാണ്. എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഈ പറയുന്ന ഒരു ആറ്റത്തിൻ്റെ മാസിനെ ഗ്രാമിലെടുക്കുന്നത്? സിമ്പിളാണേ. നമുക്ക് 1 ഗ്രാം ഓഫ് ആറ്റം എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു എലമെൻറ്റിൻ്റെയും റിലേറ്റീവ് അറ്റോമിക് മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ റിലേറ്റീവ് അറ്റോമിക് മാസിൻ്റെ അത്രയും അളവിൽ നമ്മൾ എന്തെടുക്കുകയാണ്? ആ ഒബ്ജക്റ്റ് എടുക്കുകയെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിനെ എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ 63.5 ഗ്രാംസ് ഓഫ് നമ്മൾ കോപ്പർ എടുത്താൽ അല്ലെങ്കിൽ 55.8 ഗ്രാംസ് ഓഫ് അയൺ എടുത്താൽ, ഗ്രാമിൽ അളക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു പാത്രം എടുക്കുക, അപ്പുറത്ത് ഗ്രാം എടുക്കുക അല്ലേ, ഗ്രാം സെറ്റ് ചെയ്യുക, ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ 65.3 ഗ്രാം സിങ്ക് കിട്ടും, അല്ലെങ്കിൽ 27 ഗ്രാം അലുമിനിയം കിട്ടും, ഈ 14 ഗ്രാം നൈട്രജൻ കിട്ടും. എന്നിട്ട് നമ്മൾ അതിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും എന്തിന് ഈക്വലായിരിക്കും? 1 മോളിന് ഈക്വലായിരിക്കും. എന്ന് വെച്ചാൽ 63.5 ഗ്രാം കോപ്പർ എടുത്താൽ അതിനകത്ത് 6.022 × 10⁻23 എണ്ണം ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. എത്രയാണ്? 6.022 × 10⁻23 എണ്ണം ഉണ്ടാകും എന്നാണ് അർത്ഥം. അപ്പോൾ സിമ്പിളായി പറയുക, നമ്മളൊരു ആറ്റത്തിൻ്റെ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ഗ്രാം അറ്റോമിക് മാസ്. ഇതാണ് ഗ്രാം അറ്റോമിക് മാസ്. അതായത് ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്മൾ എന്തിൽ എക്സ്പ്രസ് ചെയ്യുന്നു? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും?
റിലേറ്റീവ് അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. എന്തിന് ഈക്വൽ ആയിരിക്കും? റിലേറ്റീവ് അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. അതായത് 63.5 U എന്ന് പറയുന്നതും 63.5 ഗ്രാം എന്ന് പറയുന്നതും എന്തായിരിക്കും? തുല്യമായിരിക്കും. 63.5 U കിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ കാർബണോട്ട് താരതമ്യം ചെയ്ത് കിട്ടിയതാണ്. 63.5 ഗ്രാം കിട്ടിയത് എങ്ങനെയാണ്? അത് 6.022 ഇൻറ്റു 10⁻23 എണ്ണം എടുത്തപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 63.5 ഗ്രാം ആയിരുന്നു. ഓക്കെ, പിടികിട്ടിയോ? അപ്പോൾ എന്താണ് അപ്പോൾ ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വസ്തുവിൻ്റെയും 6.022 ഇൻറ്റു 10⁻23 എണ്ണം എടുത്താൽ 10⁻23 എണ്ണം എടുത്താൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ഗ്രാം അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു വസ്തുവിൻ്റെയും 6 അവഗാഡ്രോ നമ്പറിൻ്റെ അത്രയും എണ്ണം നമ്മൾ എടുത്താൽ ആ എണ്ണത്തിൻ്റെ വെയിറ്റ് ആയിരിക്കും ആ എലമെൻറ്റിൻ്റെ ഗ്രാം അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാ എലമെൻറ്റിനും ഒരുപോലെ ആയിരിക്കും? അല്ല. കോപ്പറിനത് 63, അയണിനത് 55, സിങ്കിനത് 65, അലുമിനിയത്തിന് 27. കാരണം എന്താ? ഇതെല്ലാം ഒരേ വലിപ്പമല്ലല്ലോ. കോപ്പറിൻ്റെ വലിപ്പത്തിലല്ലല്ലോ സിങ്ക് അയൺ ഇരിക്കുന്നത്. അപ്പം അയണിൻ്റെ വലിപ്പമല്ലല്ലോ സിങ്ക് ഇരിക്കുന്നത്. അപ്പോൾ എണ്ണം മാറുമ്പോൾ അതിൻ്റെ എന്തും മാറും? വെയിറ്റും മാറും അല്ലേ? ആലോചിച്ച് നോക്കിയേ. 5 പഴവും 5 ആപ്പിളും എടുത്താൽ എണ്ണം സെയിം ആണ്. ആ എണ്ണത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരുപോലെ ഇരിക്കുമോ? ഇല്ലല്ലോ. ഇതാ ഇവിടെ പറഞ്ഞു നോക്കി. Why is the quantity of one mole atom of different substance different even though they contain the same number of atoms? Equal number of atoms ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇവരുടെ വെയിറ്റ് വ്യത്യാസമാവുന്നത്? എന്തുകൊണ്ടാണ്? ഡിഫറൻസ് ഇൻ ദ ക്വാണ്ടിറ്റി ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ ആറ്റം. ആറ്റം സൈസ് ഒന്നല്ലാത്തതുകൊണ്ടാണ് ഇത് മാറി വരുന്നത്. ഇപ്പോൾ പറഞ്ഞ 2 ക്വാണ്ടിറ്റികൾ ഞാൻ ഒന്നേന്ന് പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബൺ 12 എന്ന ആറ്റത്തിൻ്റെ 12 ഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയാണ് എന്നുള്ളതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ പേരാണ് U അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ്. U അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ് സെറ്റ്. ഇനി 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എനി എലമെൻറ്റ്. ഇത്രയും ആറ്റം ഓഫ് എനി എലമെൻ്റ് എടുത്താൽ അതിൻ്റെ വെയിറ്റ് എത്ര? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ 2 വാല്യൂവും എപ്പോഴും തുല്യമായിരിക്കും എന്നതാണ് അതിൻ്റെ രസം. ഈ 2 വാല്യൂ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. പക്ഷേ രണ്ടും 2 കാര്യങ്ങളാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് കാർബണോട്ട് താരതമ്യം ചെയ്തപ്പോൾ വാല്യൂ കാണിച്ചെങ്കിൽ ഇത് ഇത്ര എണ്ണത്തിൻ്റെ വെയിറ്റിനെയാണ് കാണിച്ചത്. പക്ഷേ രണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാറുണ്ട്. തീർന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 63.5. അതിൻ്റെ മാസം എന്ന് ചോദിച്ചാൽ, വെറും ഗ്രാം അറ്റോമിക് മാസം എന്ന് ചോദിച്ചാൽ എത്ര തന്നെയായിരിക്കും? 63.5 എന്നായിരിക്കും. അയണിൻ്റെ, അലുമിനിയത്തിൻ്റെ, നൈട്രോജൻ നമുക്ക് നോക്കാം. നൈട്രോജൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ എന്തുവാണ്? കാർബൺ 12 കമ്പയർ ചെയ്തപ്പോൾ 14 കാർബൺ 12ൻ്റെ 1/12 ചേർന്നപ്പോഴാണ് നൈട്രോജൻ കിട്ടിയത്. ഇനി 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഓഫ് നൈട്രോജൻ എടുത്ത് അത് തൂക്കി നോക്കിയപ്പോൾ അപ്പോഴും എത്ര തന്നെയാണ് കിട്ടിയത്? 14 ഗ്രാമാണ് കിട്ടി. അപ്പോൾ രണ്ടും കിട്ടുന്ന വാല്യൂ ഒന്നാണെങ്കിൽ രണ്ടും ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നത് കോമൺ സംശയം, എന്തിനാ പിന്നെ ഇങ്ങനെ പറയുന്നത്? ആദ്യമേ സിമ്പിളായിട്ട് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അവിടെ നമുക്ക് ആപ്ലിക്കേഷനിലാണ് വ്യത്യാസം വരുന്നത്. ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ലെവലിൽ പാർട്ടിക്കിൾസിന് എടുക്കുമ്പോൾ ഉപയോഗം വരികയും ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ വെയിറ്റിനെ, മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എവിടെ ഉപയോഗം വരും? നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും ഉപയോഗം വരും എന്ന് സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 കാര്യം ഓക്കെ ആണല്ലോ. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ കാർബൺ 12മായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര ഉണ്ടെന്നുള്ളത് കിട്ടുന്നു. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് എനി സാധനം എടുക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്ര കിട്ടി എന്നുള്ളത്. പക്ഷേ ഇത് രണ്ടും പരസ്പരം എന്താണ്? തുല്യമാണ്. ഇനി ഇതെന്തുകൊണ്ട് തുല്യമാവുമെന്ന് പറയാൻ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇനി മോൾ കോൺസെപ്റ്റിലോട്ട് വീണ്ടും പോകേണ്ടി വരും. തൽക്കാലം ഞാൻ അതിലോട്ട് പോകുന്നില്ല. നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ക്ലാസ് നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കി വയ്ക്കുക. റിലേറ്റീവ് അറ്റോമിക് മാസും ഗ്രാം അറ്റോമിക് മാസും, റിലേറ്റീവ് അറ്റോമിക് മാസും ഗ്രാം അറ്റോമിക് മാസും വാല്യൂ കൊണ്ട് സെയിം ആയിരിക്കും. പക്ഷേ ഇവർ രണ്ടും ഉദ്ദേശിക്കുന്ന 2ആണ്. റിലേറ്റീവ് അറ്റോമിക് മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് AMU അഥവാ U ആണ്. ഗ്രാം അറ്റോമിക് മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാമാണ്. ഇത് കാർബൺ 12ൻ്റെ 1/12 എണ്ണം എത്ര എണ്ണം താരതമ്യം ചെയ്യുമ്പോൾ ബാലൻസ് ആകുമെന്ന് കാണിക്കുമെങ്കിൽ ഇതാണെങ്കിലോ 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങൾ എടുത്തപ്പോൾ ആ ആറ്റത്തിൻ്റെ ഭാരമാണ് ഗ്രാം അറ്റോമിക് മാസ് കാണിക്കുന്നത്. പക്ഷെ രണ്ടും വാല്യൂ പരമായി തുല്യമായിരിക്കും. തെറ്റാണ്? ഓക്കെ ആണ്. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് എന്ത്? മോളാർ മാസ് എന്ന് പറയും. ഓക്കെ, എന്തുവാണ് മോളാർ മാസ്? നമുക്കത് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നോക്കാം.